ഇൻഫെർട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ലൈഫ് സ്റ്റൈൽ. ഡോക്ടർ, ലൈഫ് സ്റ്റൈൽ, ജോലി, നമ്മുടെ ഭക്ഷണ രീതികൾ, ഇതൊക്കെ എങ്ങനെയാണ് വന്ധ്യതയ്ക്ക് കാരണമാവുന്നത്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണത്. കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ടൊന്നും ഈ വന്ധ്യത, PCOD, മെൻസ്ട്രൽ ഇല്ലായ്മ, ഇറഗുലർ പീരീഡ്സ് ഇതൊന്നും നമ്മൾ കേട്ടിട്ടേ ഇല്ല. എൻ്റെ കാലഘട്ടത്തിലൊന്നും ഞാൻ കേട്ടിട്ടില്ലാത്തൊരു അനുഭവമാണിത്. പക്ഷേ ഇപ്പോൾ മനുഷ്യരുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ആ ജീവിത രീതി, അതാണ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഈ രോഗത്തിന് തന്നെ പറയുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നല്ല, PCODക്ക് കൊടുത്തിരിക്കുന്ന പേര് തന്നെ. അതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് കാലത്ത് മനുഷ്യർ ജോലി ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവിധത്തിലും ശരീരം ഇളകിയുള്ള പണികളാണ് ചെയ്തുകൊണ്ടിരുന്നത്. വീട്ടമ്മമാരാണെങ്കിൽ മുറ്റടിക്കുക, വെള്ളം കോരുക, അടുപ്പ് തറയിലിരിക്കുക, താഴെ കുനിഞ്ഞിരുന്ന് അടുപ്പ് ഊതി കത്തിക്കുക, എഴുന്നേറ്റ് മുകളിൽ പലകയിലായിരിക്കും വീട്ടിലെ പലവ്യഞ്ജനങ്ങളൊക്കെ ഇരിക്കുക. അപ്പോൾ ഓരോന്നും എടുക്കാനായിട്ട് കൈ പൊക്കുക, എടുക്കുക. അപ്പോൾ അങ്ങനെ അമ്മിയിലരയ്ക്കുക, ഇരുന്നാട്ടുകല്ലിൽ അലക്കുകല്ലിൽ അലക്കുക, കുനിഞ്ഞ് നിന്ന് അടിച്ചു വാരുക, തുടയ്ക്കുക. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റിക്കാർ ഉപയോഗിക്കുന്ന മാതിരി ട്രയാങ്കിളായിട്ട് കമ്പിയൊക്കെ വെച്ച് ചൂലിട്ട് മുറ്റടിക്കണമെങ്കിൽ, മോപ്പ് കിട്ടും തുടയ്ക്കണമെങ്കിൽ. അപ്പോൾ ഒരു വിധത്തിൽ മനുഷ്യരുടെ ശരീരം വളഞ്ഞ് കുനിഞ്ഞ് നിമിന്ന് എന്നുള്ള ഒരു ജോലി പെണ്ണുങ്ങളായാലും ചെയ്യണില്ല, ആണുങ്ങളായാലും ചെയ്യുന്നില്ല. ആണുങ്ങൾക്കും വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാൻ പറ്റും, അവരും ഒന്നും ചെയ്യില്ല. വല്ല ഒരു തോട്ടം നന്നാക്കിയാൽ മതി ഒന്ന് കുനിഞ്ഞ് നിവർന്ന് ജോലി ചെയ്യാനായിട്ട്. അപ്പോൾ ശരീരത്തിന് എക്സർസൈസ് കൊടുക്കുന്ന ഒരു ജോലികളും ഇപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും ചെയ്യുന്നില്ല. പിന്നെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ഒരു കസേരയുണ്ട്, അത് ഉരുട്ടിക്കൊണ്ട് എവിടെ വേണമെങ്കിലും നടക്കാം. നമ്മൾ ഈ വീൽ ചെയറിൽ രോഗികളെ കൊണ്ടുപോകണ മാതിരിയാണ്. ഇപ്പോൾ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഞാനതിന് പേര് തന്നെ വീൽ ചെയർ എന്ന് പറയുക. അതിലിരുന്ന് ഉരുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് സംശയങ്ങൾ തീർക്കുക, ചോദിക്കുക എന്നുള്ളതല്ലാണ്ട് നമ്മൾ ഏത് ഓഫീസിൽ പോകും അവിടെ ഒരാൾ എഴുന്നേറ്റ് പോയി അപ്പുറത്തെ സെക്ഷനിൽ പോയി ഒരു ഡൗട്ട് ചോദിക്കണം. പണ്ട് അങ്ങനെയല്ല. ഒരു ഓഫീസർ ഉണ്ടെങ്കിൽ സെക്ഷൻ ക്ലാർക്കുമാരൊക്കെ എഴുന്നേറ്റ് പോയി അങ്ങോട്ട് ചോദിക്കണം, ടൈപ്പിസ്റ്റ് ആയാലും പോയി ചോദിക്കണം, സ്റ്റെനോഗ്രാഫർ നിന്നിട്ടാണ് എഴുതിയെടുക്കുക ഇവർ ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ജോലികളൊന്നും ഇപ്പോൾ ഇല്ല. എല്ലാം കമ്പ്യൂട്ടറിൽ പോയി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ അതിൻ്റെ മുന്നിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ടൈം പാസ് ചെയ്യാനായിട്ട് കുറേ സാധനങ്ങൾ തിന്നാനും എടുത്തുകൊണ്ടെന്ന് വെച്ചോളുക. രാത്രിയുമില്ല, പകലുമില്ല, ഉറക്കമില്ല, എല്ലാ നേരവും ഈ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇരുന്നുള്ള പണി. അപ്പോൾ ഇരിക്കുക എന്ന് പറയുന്ന കസേരയ്ക്ക് എയർ സർക്കുലേഷൻ കിട്ടുന്ന മാതിരിയുള്ള ഹോൾസ് ഒന്നുമില്ല, എല്ലാം കുഷൻ ഇട്ട് നിരത്തിയുള്ള കസേരകളിലാണ് ഇരിക്കുക. അപ്പോൾ ഈ കസേരയിൽ ഇരുന്നു കൊണ്ടുള്ള പ്രവൃത്തികൾ 24 മണിക്കൂർ ഇരുന്ന് ചെയ്യാൻ പറഞ്ഞാൽ അവർ ചെയ്തോളും. കമ്പ്യൂട്ടറിൽ കിട്ടുന്ന ആഹാരങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ കഴിക്കുക. അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരീരം ഇളകാത്തതുകൊണ്ട് കഴിക്കുന്ന ആഹാരത്തിന് ശരിയായ രീതിയിലുള്ള ദഹനം കിട്ടില്ല. എക്സർസൈസ് ചെയ്യാത്തത് കൊണ്ട് ശരീരത്തിലുള്ള ബ്ലഡ് സർക്കുലേഷൻ ശരിയാവില്ല, ബ്ലഡ് പ്യൂരിഫിക്കേഷൻ നടക്കില്ല, വിയർക്കണം നമ്മൾ. പിന്നെ ഇരിക്കുന്നത് കംപ്ലീറ്റ് AC-യിൽ, വിയർപ്പെന്ന് പറയുന്ന സാധനം ഇല്ല. പിന്നെ ഈ പണിക്കിരുന്ന് കഴിഞ്ഞാൽ വെള്ളം കുടിക്കുക എന്നുള്ളൊരു പരിപാടി ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വെള്ളം ധാരാളം കുടിക്കുക, വേസ്റ്റ് പ്രോഡക്ട്സ് പുറത്തേക്ക് പോകണമെങ്കിൽ യൂറിനേഷൻ ഉണ്ടാവണം, മോഷൻ ഉണ്ടാവണം, വിയർപ്പുണ്ടാവണം, ഇതൊന്നും നടക്കുന്നില്ല. അപ്പോൾ ലൈഫ് ഇങ്ങനത്തെ ഒരു സ്റ്റൈലിലേക്ക് ചെന്നപ്പോൾ ലൈഫ് സ്റ്റൈലിലായിട്ട് ഒരു ഡിസീസുകൾ നമ്മുടെ ശരീരത്തിൽ വന്ന് വ്യാപിക്കുന്നു. അതാണ് നമുക്ക് ഈ രോഗങ്ങൾ കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഭക്ഷണ സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് വീട്ടിൽ പഴയ നെല്ല്, പഴയ 3 വർഷം 4 വർഷം പഴകിയ നെല്ല് കുത്തിയ അരിയാണ് നമ്മളൊക്കെ ചോറുണ്ണുക. പക്ഷേ അതേസമയം ഇപ്പോൾ വയലിൽ നിന്ന് നേരിട്ട് അരി നമ്മുടെ കിച്ചണിലേക്കാണ് വരുന്നത്. സ്റ്റോറിൽ തന്നെ പോകുന്നുണ്ടോ സംശയം, അങ്ങനെ തന്നെ വരികയാണ്. അപ്പോൾ പുന്നെല്ലരി എന്ന് പറയുന്നത് വളരെയധികം കൊളസ്ട്രോളും കാർബോഹൈഡ്രേറ്റ്സും കണ്ടമാനം ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണ സാധനമാണ് പുതിയ നെല്ലരി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പണ്ട് കാലത്തിൽ പുതിയ അരി കഴിക്കാണ്ടിരുന്നത്. ഇപ്പോൾ നമ്മുടെ തൃശ്ശൂരിൽ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ പുന്നെല്ലരി നൈവേദ്യം എന്നൊരു പരിപാടിയുണ്ട്, ഒരു ചടങ്ങുണ്ട്. അപ്പോൾ ആ ചടങ്ങ് അന്ന് അവിടെ ഭക്ഷണ സാധനം കഴിക്കുന്ന പുതിയ അരി വെച്ചിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കുക. അന്ന് അവിടെ സദ്യ ഉണ്ട്. പോകുമ്പോൾ അനൗൺസ്മെൻ്റ് ഉണ്ടാവും, നാളെ മുക്കുടി നൈവേദ്യം ഉണ്ട്, എല്ലാവരും വന്ന് മുക്കുടി കഴിക്കണമെന്ന്. നമ്മുടെ ഒരു വൈദ്യരത്ന ഫാർമസിയിലാണ് അവിടേക്ക് മുക്കുടി ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഈ മുക്കുടി എന്ന് പറയുന്നത് ദഹനം ഉണ്ടാക്കുന്ന ഒരു ഔഷധമാണ്. കുറച്ച് മരുന്നുകൾ ചേർത്ത് മോരിൽ കാച്ചിയെടുക്കുന്നതാണ് മുക്കുടി എന്ന് പറയുന്നത്. അപ്പോൾ അത് നല്ല ദഹനം ഉണ്ടാകുന്ന ഔഷധങ്ങളാണ് അവിടെ ചേർക്കുക. അത് എല്ലാവരും വന്ന് കഴിക്കണമെന്ന് അനൗൺസ് ചെയ്യും. കാരണം ഭഗവാൻ അന്ന് നൈവേദ്യം മുക്കുടിയാണ്. അപ്പോൾ പുന്നലരി കഴിച്ചാൽ ഭഗവാന്റെ വയറ് പോലും കേടാവും. അപ്പോൾ അത് ഭഗവാന് പോലും മുക്കുടി നൈവേദിക്കണമെന്നുള്ളതാണ് അവിടുത്തെ ശാസ്ത്രം പറയുന്നത്. അപ്പോൾ മനുഷ്യരുടെ വയറെന്താവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദിവസം പുന്നലരി കഴിക്കുമ്പോൾ മുക്കുടി കഴിക്കണമെന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ വർഷം 365 ദിവസം പുതിയ അരിയാണ് ഇപ്പോൾ കഴിക്കുന്നത്. പിന്നെ കേരളത്തിലുള്ളവർക്ക് ചോറല്ലാണ്ട് വേറെ ഒന്നും ലക്ഷ്യമില്ല. ചോറ് തന്നെ ഏറ്റവും ഹെവി ആയിട്ടുള്ളൊരു ഫുഡാണ്. ചോറല്ലാണ്ടും ആഹാരം ധാരാളം നമുക്ക് കഴിക്കാനുണ്ട്. ഓരോ കാലാവസ്ഥകളിൽ ഓരോ തരം നെല്ല് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടാണ് അന്നുള്ള കാലഘട്ടങ്ങളിൽ ആൾക്കാർ ഭക്ഷണം കഴിച്ചിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഗൾഫ് രാജ്യങ്ങളിൽ പോയി ജോലി തേടിപ്പോയി അവിടുത്തെ ഭക്ഷണ രീതി കണ്ടു വന്ന ആൾക്കാർ
ആൾക്കാർ ഇപ്പോൾ ഇവിടെ വന്ന് നമുക്ക് ഇവിടെ കിട്ടുന്ന എന്തോന്നൊക്കെയാണ് പൊറോട്ട, ഷവർമ, ബർഗർ, ഇതൊക്കെയല്ലേ ആൾക്കാർ തിന്നുന്നത്. എന്തൊക്കെ കുറേ സാധനങ്ങളുണ്ടല്ലോ, പിസ്സ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് മൈദാമാവ് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. മൈദ എന്ന് പറയുന്നത് പശ കാച്ചാൻ കൊണ്ടുവന്ന മാവാണ്. പണ്ട് പോസ്റ്റർ ഒട്ടിക്കാൻ പശ കാച്ചാൻ കൊണ്ടുവന്ന മാവാണ്. അപ്പോൾ ഇത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ കുടലിൽ പോയിട്ട് ഇത് പറ്റിപ്പിടിച്ച് അവിടെ കൂടുതൽ രോഗങ്ങൾ ഉണ്ടാക്കുകയാണ്. ഏറ്റവും പ്രധാനമായിട്ട് ഇന്ന് കാണുന്നത് ഇൻറ്റസ്റ്റൈൻ, അല്ലെങ്കിൽ സ്റ്റൊമക്ക്, അല്ലെങ്കിൽ ലിവർ, കിഡ്നി, അല്ലെങ്കിൽ ഗർഭാശയം, അല്ലെങ്കിൽ മൂത്രാശയം, ഇങ്ങനെ സംബന്ധമായിട്ടുള്ള ക്യാൻസറാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇൻറ്റേർണൽ ഓർഗൻസിലാണ് ഏറ്റവും കൂടുതൽ ക്യാൻസർസ് ആയിട്ട് നമ്മൾ കാണുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഭക്ഷണ സാധനങ്ങളാണ്. അപ്പോൾ ഈ മൈദ വെച്ചിട്ടുണ്ടാക്കുന്ന സാധനങ്ങൾ, ഏത് ബേക്കറി സാധനം വറവെടുത്താലും അതിനകത്ത് മൈദ ഉണ്ടാവും. പിന്നെ കുറേ അജിനോമോട്ടോ ചേർക്കുന്നുണ്ടാവും, കുറേ മസാലകൾ, കുറേ ഓയിലുകൾ, കണ്ട ഓയിലുകൾ ചേർത്തിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. നമ്മുടെ നാട്ടിൽ നല്ല വെളിച്ചെണ്ണ ഉപയോഗിച്ച് വെളിച്ചെണ്ണയും നല്ലെണ്ണയും ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കുകയാണ് കേരളത്തിലെ പ്രകൃതിദത്തമായ നമ്മുടെ അനുഭവം. പക്ഷേ നമ്മളിപ്പോൾ കഴിക്കുന്നത് എന്തോന്നാണ്? ഒലിവ് ഓയിലും സൺഫ്ലവർ ഓയിലും ഒക്കെയാണ് കഴിക്കുന്നത്. സസ്യ എണ്ണ, നല്ല സസ്യ എണ്ണയാണ് കേരളത്തിൽ കിട്ടുന്ന നമ്മുടെ കോക്കനട്ട് ഓയിൽ. ഇത് ഉപയോഗിച്ചാൽ മതി, ഒരുവിധം കൊളസ്ട്രോളും ഉണ്ടാവില്ല. പക്ഷേ എണ്ണകളെന്ന് പറയുമ്പോൾ അതിനൊരു പരിമിതിയുണ്ട്. ആ പരിമിതിയിൽ എണ്ണ ഉപയോഗിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ദോഷമില്ല. അപ്പം നമ്മുടെ കാലാവസ്ഥയ്ക്ക് പറ്റിയതും നമ്മുടെ രാജ്യത്തിന് പറ്റിയതും നമ്മുടെ ശരീരത്തിന് പറ്റിയതുമായ ആഹാര സാധനങ്ങൾ കഴിക്കാതെ, ഇപ്പോൾ ഗുജറാത്തുകാരൻ എല്ലാ നേരവും ഗോതമ്പ് കഴിക്കണം. അവിടെ തണുത്ത കാലാവസ്ഥ വരുമ്പോൾ അവന് ചൂടുള്ള ഭക്ഷണം ഗോതമ്പ് വേണം. ഇപ്പോൾ കേരളത്തിലുള്ളവൻ എല്ലാ നേരവും ഗോതമ്പ് കഴിക്കണമെന്ന് നമ്മൾ പറയില്ല. അല്ലെങ്കിൽ ഒരു നേരം ഗോതമ്പ് കഴിക്കുക, ഒരു നേരം അരി കഴിക്കുക, ഒരു നേരം മില്ലറ്റ് റൈസ് കഴിക്കുക. അപ്പോൾ മില്ലറ്റ് റൈസ് എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് കാർബോഹൈഡ്രേറ്റ്സ് ഇല്ല. അപ്പോൾ ഇപ്പോൾ ഈ ഇരുന്ന് പണിയെടുത്തിട്ട് ഏറ്റവും കൂടുതൽ കാണുന്ന രോഗം ഒബേസിറ്റിയാണ്. വണ്ണം വയ്ക്കുക, ശരീരം വണ്ണം വയ്ക്കുക. പെൺകുട്ടികൾക്കാണെങ്കിൽ അടിവയറിലൊക്കെ നല്ല ഫാറ്റ് വന്ന് രൂപാന്തരപ്പെടുന്നു. ആണുങ്ങൾക്ക് ഒട്ടും കുറവില്ല. എല്ലാം ഒരു 10-25 വയസ്സാകുമ്പോഴേ പിള്ളേർക്ക് വയറാണ് ഏറ്റവും കൂടുതൽ കാണുക. ഒരു 40-50 വയസ്സാകുമ്പോഴാണ് പണ്ടുള്ളവർക്ക് വയറ് കണ്ടിരുന്നത്. ഇപ്പോൾ ആൺപിള്ളേർക്കും ഉണ്ട് വയറ്, പെൺപിള്ളേർക്കും ഉണ്ട് വയറ്, ഇടുപ്പ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ. അപ്പോൾ അതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആഹാര രീതി, ശരീരത്തിനൊട്ടും എക്സർസൈസ് ഇല്ല. എല്ലാ നേരവും ഇരിക്കുക, കിടക്കുക, ഉറങ്ങുക, വർക്ക് ചെയ്യുക, ഇതേ ഉള്ളൂ അവരുടെ ജോലി. അപ്പോൾ അതുകൊണ്ടാണ് ഈ രോഗങ്ങളെല്ലാം ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ലോകത്ത് കാണുന്ന രോഗങ്ങളെല്ലാം ലൈഫ് സ്റ്റൈലാണ്. ഭക്ഷണ രീതികൾ മാറ്റുക, അതുപോലെ തന്നെ വസ്ത്രധാരണം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിന് പറ്റിയ വസ്ത്രങ്ങളെല്ലാം നമ്മൾ ഉടുക്കുന്നത്. നമുക്ക് സെറ്റുമുണ്ട്, സാരി, പാവാട, അഫ്സാരി, ഇതൊക്കെയാണ് മുണ്ട്, അതൊക്കെയാണ് പണ്ടത്തെ ഡ്രസ്സുകളായിരുന്നത്. പോട്ടെ, ഒരു ചുരിദാർ ഇടുക എന്ന് പറഞ്ഞാൽ അതൊരു ലൂസ് ഡ്രസ്സാണ്, നമുക്ക് അംഗീകരിക്കാം. പക്ഷേ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ജീൻസ്, എന്തുമാതിരി ടൈറ്റായിട്ടാണ് ആ ജീൻസ് എന്ന് പറയുന്ന വസ്ത്രം. പിന്നെ എന്ത് കട്ടിയുള്ളതാണ്, നമ്മുടെ കാലാവസ്ഥയ്ക്ക് പറ്റിയതല്ല അത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വിയർപ്പും ദുർഗന്ധങ്ങളും അതായത് ദുഷിച്ച വസ്തുക്കൾ പുറത്തേക്ക് പോകാനുള്ള ആ സ്വെറ്റിങ്, ഇതെല്ലാം വരാനുള്ള ഭാഗങ്ങളെല്ലാം അടച്ചു പൂട്ടി സീൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. നൈലോൺ അണ്ടർ ഗാർമെൻറ്റ്സ് ഉപയോഗിക്കുക, ബ്രേസിയർ ആയാലും പാൻറ്റീസ് ആയാലും എല്ലാം നൈലോൺ ഉപയോഗിക്കുക. ഈ അണ്ടർ ഗാർമെൻറ്റ്സ് ഉപയോഗിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ? അവിടെ വരുന്ന ദുഷിച്ച വിയർപ്പിനെ അത് ഒബ്സർവ് ചെയ്യണം. അതിനാണ് പണ്ട് ബനിയൻ ഇട്ടിട്ട് ആണുങ്ങൾ ഷർട്ട് ഇടും. ഇപ്പോൾ ബനിയൻ ഇടുന്ന പിള്ളേരില്ലല്ലോ, ഒരു ടീഷർട്ട് മാത്രം ഇടും. അതും സിൽക്കി തുണികളാണ് അവരിടുന്നത്, കോട്ടൻ്റെ അല്ല ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുകയും നൈലോൺ, പോളിസ്റ്റർ, സിൽക്ക് അതെല്ലാം കുറച്ചൊന്ന് ഉപയോഗങ്ങൾ, അറ്റ്ലീസ്റ്റ് അണ്ടർ ഗാർമെൻറ്റ്സ് എങ്കിലും അത് മാറ്റി കോട്ടൺ ആക്കാമെങ്കിൽ കുറേ നമ്മുടെ ഈ രോഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മാറ്റം കിട്ടും. പിന്നെ ഞാൻ എപ്പോഴും പറയും, ഒരു കുട്ടി ജനിച്ച് ആ കുട്ടിക്ക് ഈ ഡയപ്പർ എന്ന് കെട്ടുന്നു, അത് അവനായാലും കൊള്ളാം അവളായാലും കൊള്ളാം, അവിടെ തുടങ്ങുന്ന ഒരു കുട്ടിയിൽ ഇൻഫെർട്ടിലിറ്റി. എനിക്ക് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയാൻ ഇഷ്ടമല്ല, എനിക്ക് ഫെർട്ടിലിറ്റി എന്നാണ് എൻ്റെ വാക്കുള്ളത്. പക്ഷേ ഇവിടെ ആ ഒരു ഭാഗത്ത് തുടങ്ങുന്നു. അതെങ്ങനെയെന്ന് വെച്ചാൽ മിക്കവാറും ഉടുക്കുന്ന ഡയപ്പറുകളെല്ലാം തന്നെ പെൺകുട്ടികൾ ഉടുക്കുന്ന മറ്റേ പാഡുകളായാലും കുഞ്ഞുങ്ങൾക്ക് വെക്കുന്ന ഡയപ്പറുകളായാലും അതിനകത്തെല്ലാം ഏറ്റവും കൂടുതൽ കാണുന്നത് ജെല്ല് വെച്ചിട്ടുള്ളതാണ്. ഈ ജെല്ലെന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണ്, നമ്മൾ ഈ കടകളിലൊക്കെ വാങ്ങിയ ചെറിയ ബോൾസ് കിട്ടും, വെള്ളത്തിലിട്ടാൽ അത് കുതിർന്ന് വീർത്ത് വരും, അതുപോലെ എന്തോ ഒരു സാധനമാണ് ഈ പാഡിലൊക്കെ വെക്കുന്നത്. അത് നമുക്ക് കുട്ടികൾക്ക് കെട്ടിക്കഴിയുമ്പോൾ, ഡയപ്പർ കെട്ടിക്കഴിയുമ്പോൾ നമുക്കറിയാം അവരൊരു മൂത്രമൊഴിക്കുകയോ അപ്പിയിടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബാഗ് പോലെ അതിങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ആ കെമിക്കലായിട്ട് അതിനകത്ത് ഇട്ടിരിക്കുന്ന ജെല്ല് കുതിർന്ന് വീർക്കുകയാണ്. അപ്പോൾ യൂറിനേഷനായാലും മോഷനായാലും
മെൻസ്ട്രൽ ബ്ലഡ് ആയാലും അത് വേസ്റ്റ് പ്രോഡക്റ്റാണ് പുറത്ത് വരുന്നത്. അപ്പോൾ അതിൽ ആസിഡ് ഫോർമേഷൻ കൂടുതലുണ്ടാവും. അപ്പോൾ അത് ഈ കെമിക്കലുമായിട്ട് ബന്ധപ്പെടുമ്പോൾ എന്താകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വരുന്ന റിയാക്ഷനിൽ ഒരു ആവി പൊന്തി വരും. ആ ആവി ഒരു ചൂട്, നിങ്ങൾക്കറിയാം, പാഡ് ഉപയോഗിക്കുന്നവർക്കറിയാം, കുഞ്ഞുങ്ങൾക്ക് പറയാനറിയില്ല, അവർക്ക് ചൂടെടുക്കുമ്പോൾ അവർ കരയും. അപ്പോൾ അതിൽ വരുന്ന ആവി ഭയങ്കര ചൂടായിരിക്കും. മറ്റേ പാഡൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അറിയാൻ പറ്റും, ഉണ്ടാവാറില്ലേ പാഡ് ഉപയോഗിക്കുമ്പോൾ ചൂട്. അപ്പോൾ ആ ഉണ്ടാകുന്ന ആവി നമ്മുടെ അടിവയറിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. നമുക്ക് പ്രധാനപ്പെട്ട ഇന്ദ്രിയങ്ങളിൽ ഒരു 3 ഹോൾസ്, അതായത് തുറന്നിരിക്കുന്ന 3 ഹോൾസ് സ്ത്രീകളിലും 2 ഹോൾസ് പുരുഷന്മാരിലും, അതായത് മൂത്രദ്വാരവും മലദ്വാരവും പുരുഷന്മാരിൽ, സ്ത്രീകളിൽ മൂത്രദ്വാരം, മലദ്വാരം, യോനിദ്വാരം. അപ്പം നമുക്ക് 3 ദ്വാരങ്ങളാണ് അവിടെയുള്ളത്. അപ്പോൾ ശരിക്കും നമ്മളിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ആ ആവി മുഴുവനും നമ്മുടെ അടിവയറിലേക്കാണ് ഇത് കയറുന്നത്. അപ്പോൾ ഇത് കെമിക്കലുമായിട്ട് രൂപാന്തരപ്പെട്ട് ദുഷിച്ച വായുവാണ് അകത്തേക്ക് കിടക്കുന്നത്. അപ്പോൾ ശരിക്കും അടിവയറ്റിൽ, നമ്മുടെ അടിവയറ്റിലാണ് ഗർഭാശയം, മലാശയം, മൂത്രാശയം, അണ്ടവാഹിനി, അതായത് ഫളോപ്പിയൻ ട്യൂബ്, യൂട്രസ്, പിന്നെ യൂറിനറി ബ്ലാഡർ, ഇതെല്ലാം റെക്റ്റം, മലാശയം എല്ലാം സ്ഥിതി ചെയ്യുന്നത് ആ ഭാഗങ്ങളിലാണ്. അവിടെ സഞ്ചരിക്കുന്ന വായുവിനെ ഇത് പോയിട്ട് തടസ്സം ചെയ്യുകയാണ്. അവിടെ ഈ കയറുന്ന ദുഷിച്ച വായു പോയിട്ട് അവിടുത്തെ പ്രവർത്തനത്തെ തന്നെ അത് ഇല്ലാതെയാക്കുന്നു, ദുഷിപ്പിക്കുന്നു. അതിൻ്റെ പിന്നിലാണ് ഈ വരുന്ന അണ്ടം ഇല്ലാതാകുക, ബീജം ഇല്ലാതെയാവുക. അതുപോലെ വന്ധ്യത സ്ത്രീകളിൽ മാത്രമല്ല പുരുഷന്മാരിലും ഉണ്ടാകുന്നുണ്ട്. കാരണം കൊച്ചിലെ ഡയപ്പർ കെട്ടി അവരും വരുന്നുണ്ട്, അവരും ഇടുന്നുണ്ട് ഈ ജീൻസ്, ടൈറ്റ് പാൻറ്റൊക്കെ അവരും ഇടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വസ്ത്രധാരണങ്ങൾ മാറ്റി നല്ല രീതിയിലുള്ള വസ്ത്രങ്ങൾ, നമ്മുടെ നാട്ടിന് പറ്റിയ വസ്ത്രങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വന്ധ്യതയൊക്കെ ഒരുപാട് കുറയും. ഇപ്പം എൻ്റെ ഭാവിയിൽ വരുന്ന പിള്ളേർക്ക് ചിലപ്പോൾ ജീവിക്കാൻ പറ്റാണ്ടാവും. വന്ധ്യതയൊക്കെ ഉണ്ടായാലേ അവർക്കും ജീവിക്കാൻ പറ്റുള്ളൂ.